അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആദ്യഘട്ട ആക്രമണത്തിൽ ഇറാൻ പൂർണ്ണമായും എന്ന് കരുതിയവർക്ക് തെറ്റിയിരിക്കുന്നു. യുദ്ധത്തിൻ്റെ ചാരക്കൂമ്പാരത്തിൽ നിന്ന് ശത്രുക്കളെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി അതിവേഗം പുനർനിർമ്മിക്കുകയാണ്. വെടിനിർത്തൽ തുടർന്നാൽ 6 മാസത്തിനകം ഇറാൻ മുമ്പത്തേക്കാൾ ശക്തിയാർജിക്കും എന്ന US ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആക്രമണം തുടരുന്നത്. വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഇറാൻ്റെ സൈനിക ശേഷിയുടെ 90% ഈ യുദ്ധത്തിൽ പാടെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പറഞ്ഞിരുന്നത്. കാംന ഈ വധവും വലിയ നാവിക കപ്പലുകളുടെ തകർച്ചയും ഇറാൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് അവരെ എത്തിച്ചു എന്നത് സത്യമാണ്. ഈ തകർച്ചയിൽ നിന്ന് ഇറാൻ ഇനി കരകയറാൻ വർഷങ്ങൾ എടുക്കും എന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും കരുതിയിരുന്നത്. എന്നാൽ ഈയിടെ അവർക്ക് കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കണ്ട് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ ഞെട്ടി. അസിമെട്രിക് മിലിറ്ററി ഡോക്ട്രിൻ സൈനിക തന്ത്രത്തിലേക്കാണ് ഇറാൻ അതിവേഗം മാറുന്നത്. ഇതിനായി 4 സ്ട്രാറ്റജികളാണ് ഇറാൻ പ്രയോഗിക്കുന്നത്. യുദ്ധത്തിൽ ഇറാൻ ഏറ്റവും അധികം നാശനഷ്ടം നേരിട്ടത് അവരുടെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് തന്നെയായിരുന്നു. ഇറാൻ്റെ നട്ടെല്ലായ ബന്ദർ അബ്ബാസ്, ബുഷൈർ, ചബഹാർ എന്നീ നാവിക താവളങ്ങൾ വ്യോമാക്രമണങ്ങളിൽ തകർക്കപ്പെട്ടു. തന്ത്രപ്രധാനമായ ഈ തുറമുഖങ്ങളിൽ ബോംബാക്രമണത്തിൽ മുങ്ങിപ്പോയ വൻകിട കപ്പലുകൾ പാതകളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇറാൻ തങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യമായി കാണുന്നത് വൻകിട സമുദ്ര രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ഈ കപ്പൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ്. ഈ നാവികപാതകൾ എത്രയും വേഗം പ്രവർത്തന സജ്ജം ആക്കിയില്ല എങ്കിൽ ഇറാൻ വലിയൊരു ലോജിസ്റ്റിക് പ്രതിസന്ധിയിലേക്ക് വീണുപോകും. രണ്ടാമത്തെ ലക്ഷ്യം അമേരിക്കക്കും ഇസ്രായേലിനും ഏറെ അപകടം പിടിച്ചതാണ്. ആയുധ നിർമ്മാണം ഭൂമിയുടെ അടിത്തട്ടിലേക്ക് മാറ്റുക എന്നതാണ് അത്. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും ഉപഗ്രഹ നിരീക്ഷണങ്ങളെയും പൂർണ്ണമായും പരാജയപ്പെടുത്താൻ ഇറാൻ തങ്ങളുടെ ആയുധ നിർമ്മാണം ഭൂമിയിലെ അടിത്തട്ടിലേക്ക് മാറ്റി. പരമ്പരാഗത ആയുധ നിർമ്മാണശാലകൾക്ക് പകരം അത്യാധുനിക CNC മെഷീനുകൾ ഉൾപ്പെടുത്തിയ ഭൂഗർഭ നിർമ്മാണ കേന്ദ്രങ്ങൾ അവർ അതിവേഗം പണിയുകയാണ്. ഇതിലൂടെ വരും നാളുകളിൽ ഇറാൻ്റെ ആയുധോൽപാദനം പൂർണ്ണമായും ഭൂഗർഭ അറകളിൽ ആയിരിക്കും. ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുക എന്നതാണ് മൂന്നാമത്തേത്. യുദ്ധത്തിൽ ഇറാന് തങ്ങളുടെ 60% ഡ്രോണുകളും 30% മിസൈലുകളും നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും ഇറാൻ്റെ പക്കൽ ഇപ്പോഴും ആയിരക്കണക്കിന് ഡ്രോണുകൾ ബാക്കിയുണ്ട്. കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച് വലിയ നാശനഷ്ടം വരുത്താൻ കഴിയുന്ന ഷഹീദ് ഡ്രോണുകളുടെ നിർമ്മാണം ഇറാൻ റെക്കോർഡ് വേഗതയിലാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ ഡ്രോൺ ഫാക്ടറികൾ മുഴുസമയവും പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാണ് US ഇൻ്റലിജൻസ് വ്യക്തമാക്കുന്നത്. നാലാമത്തേത് നാവികസേനയുടെ നവീകരണമാണ്. ഈ യുദ്ധത്തിൽ ഇറാൻ്റെ പരമ്പരാഗത നാവികസേനയ്ക്ക് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചത്. അവരുടെ നാവികശേഷിയുടെ നട്ടെല്ലായിരുന്ന 12 അന്തർവാഹിനികളും നിരവധി വലിയ യുദ്ധക്കപ്പലുകളും അമേരിക്കയും സഖ്യകക്ഷികളും കടലിൽ മുക്കി. എന്നാൽ ഇവിടെയാണ് ഇറാൻ്റെ പുതിയ ബുദ്ധി. ഇനി വലിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച് പണം കളയാൻ ഇറാൻ തയ്യാറല്ല. പകരം കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ നിർമ്മിക്കാവുന്ന ചെറിയ ആളില്ല ബോട്ടുകൾ, അത്യാധുനിക കടൽ മൈനുകൾ, ചാവേർ ബോട്ടുകൾ എന്നിവയിലായിരിക്കും ഇറാൻ്റെ പ്രധാന ശ്രദ്ധ. ശത്രുക്കളുടെ വലിയ കപ്പലുകളെ കൂട്ടത്തോടെ ആക്രമിച്ചു തകർക്കാൻ ഈ ചെറിയ ബോട്ടുകളുടെ വ്യൂഹത്തിന് സാധിക്കും. ഇറാൻ്റെ ഈ അതിവേഗ പുനർനിർമ്മാണ പദ്ധതിയിൽ റഷ്യയുടെയും ചൈനയുടെയും ശക്തമായ പിന്തുണയുണ്ട്. മുമ്പ് UAE വഴിയായിരുന്നു ഇറാൻ തങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സൈനിക നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും നൂതന യന്ത്രങ്ങളും എത്തിക്കുന്നതിനായി ചൈനയിൽ നിന്നും നേരിട്ടുള്ള സംഭരണ ശൃംഖലകൾ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് ശേഷം തങ്ങളുടെ ലോജിസ്റ്റിക് ശൃംഖല പുനഃക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇറാൻ ഇപ്പോൾ കാസ്പിയൻ കടലിലെ റഷ്യൻ തുറമുഖങ്ങൾ വഴിയുള്ള നാവിക പാതകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇറാൻ്റെ ഈ സൈനിക പുനർനിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരുടെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അഥവാ IRGC തന്നെയാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ IRGC ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ മറികടക്കാൻ ഇറാൻ ഒരു പുതിയ രാഷ്ട്രീയ സൈനിക തന്ത്രം ആവിഷ്കരിക്കുകയാണ്. പാശ്ചാത്യ ഉപരോധങ്ങളിൽ നിന്നും ഭീകര മുദ്രയിൽ നിന്നും രക്ഷ നേടുന്നതിനായി IRGCയെ പുനർനാമകരണം ചെയ്യാനോ അല്ലെങ്കിൽ ഇറാൻ്റെ ഔദ്യോഗിക സായുധ സേനയുടെ ഭാഗമായി അതിനെ ലയിപ്പിക്കാനോ ആണ് ഇറാൻ ആലോചിക്കുന്നത്. ഇതിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ആനുകൂല്യം നേടാനും നയതന്ത്രപരമായി തങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കാനും ഇറാന് സാധിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. ഏതായാലും തകർന്നു പോയിടത്തു നിന്നും അതിവേഗം ഉയർത്തെഴുന്നേൽക്കുന്ന ഇറാൻ്റെ ഈ നീക്കങ്ങൾ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ വീണ്ടും മാറ്റിമറിക്കും എന്ന കാര്യം തീർച്ചയാണ്.